അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ 5 ലക്ഷണങ്ങൾ. ഞാൻ സ്വർഗത്തിൽ പോവോ, എൻ്റെ ഭാര്യ പോവോ, എൻ്റെ ഭർത്താവ് പോവോ, എൻ്റെ മാതാപിതാക്കൾ പോവോ, ഇങ്ങനെയൊക്കെ വലിയൊരു സംശയത്തിലൂടെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഓരോ മുഅ്മിനീങ്ങളും ജീവിക്കുന്നത്. അപ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ പല തവണകളായി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ 5 ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, സിഫാത്തി അഹ്ലിൽ ജന്ന, സ്വർഗാവകാശികളുടെ, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ അടയാളങ്ങൾ. ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അത്തവക്കുലു അലല്ലാഹ്. അത്തവക്കുലു അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള ഒരു മനഃശക്തി. എന്തെങ്കിലും ഒരു തകർച്ച നേരിടുമ്പോൾ, ഒരു രോഗം ബാധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ അവർക്ക് അത് വളരെ സന്തോഷത്തോടുകൂടെ നേരിടാനുള്ള ഒരു മനക്കരുത്തുണ്ടാകുമെന്നതാണ്. അവർക്കറിയാം, ഈ ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. ഇവിടെ പരീക്ഷണങ്ങൾ ഉണ്ടാവും, ഇവിടെ നാശങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമുണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുമെന്നതാണ്. ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ആപത്ത് വരുമ്പോ, എന്തെങ്കിലും മുസീബത്ത് വരുമ്പോ അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ അവർക്ക് മനക്കരുത്തുണ്ടാകുമെന്നതാണ്. അവരിങ്ങനെ വെപ്രാളപ്പെടൂല. ഇനി എന്താ ചെയ്യാ, ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്കെല്ലാം നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് ഇനി ഒരു തിരിച്ചു വരവുണ്ടാവുകയില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ കുറിച്ച് ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയോടുകൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് സ്വർഗാവകാശികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമില്ല എന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവര് മന്ത്രം ചൊല്ലൂല, അവര് ജ്യോത്സ്യന്മാരെ കാണാൻ പോകൂല, അവരെന്താണ് ചെയ്യുന്നത്? വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്ത് പരീക്ഷണങ്ങൾ വന്നാലും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കലാണ് അവരുടെ പരിപാടി. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ ഞാൻ സ്വർഗാവകാശികളുടെ അടയാളമുള്ള ആളാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അവര് തവക്കുലുള്ള ആളുകളാണോ, അവര് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാണോ എന്ന് നോക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം ഖൽമുൽ ഗൈലാണ്. ഖൽമുൽ ഗൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. ദേഷ്യം വരിക എന്നുള്ളത് ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ്, മനുഷ്യ സഹജമാണ് ദേഷ്യം വരിക എന്നുള്ളത്. ദേഷ്യം ഇല്ലാത്ത ആളുകളും വളരെ മോശക്കാരാണ്. കുറച്ചൊക്കെ ദേഷ്യം വേണം. എന്നാൽ ഈ ദേഷ്യത്തെ കൃത്യമായ അളവിൽ നിയന്ത്രിച്ചുകൊണ്ട് അവസരോചിതമായി വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആ വന്ന ദേഷ്യത്തിനെ നല്ലതിലേക്ക് തിരിച്ചുകൊണ്ട് ആ ദേഷ്യത്തെ കടിച്ചമർത്താൻ കഴിയുക എന്നത് സ്വർഗാവകാശികളുടെ ലക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ലാ തഗ്ളബ് ലാ തഗ്ളബ് വലകൽ ജന്ന. മോനെ, നീ ദേഷ്യം വെക്കരുത് കേട്ടോ, ആരോടും ദേഷ്യം വെക്കരുത്. വലകൽ ജന്ന, നിനക്ക് സ്വർഗമുണ്ട് റസൂലുള്ളാഹി പറയാൻ. അപ്പൊ നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ദേഷ്യം അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് നമ്മളെ സ്വഭാവം തന്നെ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ പോകുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. അത് നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ സ്വർഗാവകാശികളുടെ ലക്ഷണത്തിലേക്ക് എത്തുള്ളൂ. സ്വർഗാവകാശികളുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഇനി അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അസ്സുദ്ഖു, സത്യം പറയൽ, സത്യം പ്രവർത്തിക്കൽ, സത്യം ചിന്തിക്കൽ, സത്യത്തിന് പിന്തുണ കൊടുക്കൽ. എന്ത് അപകടം സംഭവിച്ചാലും, എന്ത് നഷ്ടപ്പെട്ടാലും സത്യം മാത്രമേ പറയുള്ളൂ. ഖുലിൽ ഹഖ വഇൻ കാന മുറ. എത്ര വലിയ കൈപ്പേറിയ
കാര്യമാണ് നമുക്ക് പറയാനുള്ളതെങ്കിലും സത്യം പറയുക. എന്തൊക്കെ നാശം സംഭവിച്ചാലും പടച്ചോൻ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയോടുകൂടി, അത് നമ്മൾ തവക്കുൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അവർക്കറിയാം ഈ ദുനിയാവ് നശ്വരമാണ്, നാളെ സ്വർഗലോകം അവർക്ക് കിട്ടുമെന്നത്. അപ്പൊ സ്വർഗലോകത്തിന്റെ അവകാശിയാവണമെങ്കിൽ നമ്മൾ ദേഷ്യം വെക്കാൻ പാടില്ല. സ്വർഗാവകാശിയാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യം പറയണം. സത്യം പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഉൾപ്പെടുത്തുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി റസൂലുള്ളാഹി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അലൈക്കും ബിസ്സുദ്ഖ്, നിങ്ങൾ സത്യം പ്രവർത്തിക്കണം. ഫഇന്നസ്സുദ്ഖ യഹ്ദി ഇലൽ ബിർരി, നിങ്ങൾ സത്യം ചെയ്യണം. കാരണം സത്യം എന്ന് പറയുന്നത് യഹ്ദി ഇലൽ ബിർരി, അത് നന്മയിലേക്ക് നയിക്കുന്നതാണ്. വഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, ആ നന്മകളാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം പറയണം. സത്യം പറഞ്ഞാൽ അത് നന്മയിലേക്ക് എത്തും. നന്മയാണെങ്കിലോ അത് സ്വർഗത്തിലേക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇനി നാലാമത്തൊരു കാര്യം, സ്വർഗം ലഭിക്കുന്നവരുടെ ലക്ഷണമാണ് ഹിഫ്ദുൽ ലിസാനി വൽ ഫർജി, ഗുഹ്യാവയവങ്ങളും അതോടൊപ്പം തന്നെ നാവിനെയും സംരക്ഷിക്കുന്ന ആളുകൾ, സൂക്ഷിക്കുന്ന ആളുകൾ, വ്യഭിചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ നാവിനെ സംരക്ഷിക്കുന്നവർ. നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ഒരു പക്ഷെ നാവ് കൊണ്ടായിരിക്കും. മറ്റുള്ളവരുടെ കുറ്റം പറയുക, ഉള്ളതോ ഇല്ലാത്തതോ ആയ കാര്യങ്ങൾ പറയുക, ഏഷണി പറയുക, അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുക, തെറി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നാവ് കൊണ്ടാണ്. ഒരു എല്ലില്ലാത്ത ഈ അവയവങ്ങൾ വരുത്തി വെക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഈ നാവ് എന്ന് പറയുന്ന ഒരു അവയവത്തെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ വലിയ വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി പറയാണ്. ഹദീസ് എങ്ങനെയാണ് പറയുന്നത്? റസൂലുള്ളാഹി പറയാണ്, മയ്യളുമല്ലി മാ ബൈന ലഹ്യൈ, ആരാണ് എനിക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത്? വമാ ബൈന റിജ്ലൈ അളുമൻ ലഹുൽ ജന്ന, രണ്ട് കാലിന്റെയും രണ്ട് താടിയെല്ലുകൾക്കിടയിലെയും അവയവങ്ങൾ കൊണ്ട് ആരാണോ എനിക്ക് ഗ്യാരണ്ടി തരുന്നവർ, അവർക്ക് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറയാൻ. വളരെ പ്രധാനപ്പെട്ട രണ്ട് അവയവങ്ങൾ. ഈ രണ്ട് അവയവങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്യില്ല എന്നൊരു മനുഷ്യൻ ശപഥം ചെയ്യുകയാണെങ്കിൽ, എനിക്ക് വാക്ക് തരികയാണെങ്കിൽ, എനിക്ക് ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അവനക്ക് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അഞ്ചാമത്തെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ അടയാളമാണ് ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമുള്ളവരായിരിക്കും. തന്നെക്കാൾ താഴ്ന്ന ആളുകളെ കാണുമ്പോൾ വിനയമുള്ളവരായിരിക്കും, സത്യം പറയുന്നവരായിരിക്കും. അയൽവാസികളോടും കൂട്ടുകാരോടും അവരുമായി ആരൊക്കെ ഇടപഴകുന്നുണ്ടോ അവരോടൊക്കെ നല്ല സ്വഭാവത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. ഇങ്ങനെ ഈ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ആളുകൾ നമുക്കിടയിലുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുമുണ്ട്. അന്നക്സരിൻ മാ യുദ്ഖിലുൻ നാസൽ ജന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, സുഇല ലി റസൂലില്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു. എന്താണ് ചോദിച്ചത്? അന്നക്സരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന, ജനങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതാണ്? അതിനെ കുറിച്ചാണ് റസൂലുള്ളാഹിനോട് ചോദിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, അല്ലാഹുവിന്റെ ഭരമേൽപ്പിക്കുന്ന സ്വഭാവവും സൽസ്വഭാവവുമാണ്. തഖ്വ നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പോയിന്റ് തന്നെ തഖ്വയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവം. ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ നമുക്ക് സ്വർഗാവകാശികളുടെ ലക്ഷണങ്ങളിൽ നമ്മൾ പെട്ടവരാണ്. സൽസ്വഭാവം ഉണ്ടാവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളാവുക, അല്ലേ? നല്ല സ്വഭാവമുള്ള ആളുകളെ കുറ്റം പറയാത്ത, ആക്ഷേപിക്കാത്ത, പരിഹസിക്കാത്ത, എല്ലാവരോടും സൗമ്യത്തോടുകൂടെ പെരുമാറുന്ന ആള്, എല്ലാവരെയും നൽകുന്നത് പോലെ വേണ്ടത്ര ബഹുമാനം നൽകുന്ന ആള്, നിസ്കരിക്കുന്ന ആള്, അയൽവാസികളോടും കുടുംബത്തോടും കൂട്ടുകാരോടും ഭാര്യയോടും മക്കളോടും ആരൊക്കെ അയാളുമായി ഇടപഴകുന്നുണ്ട് അവരോടൊക്കെ നല്ല നിലയിൽ പെരുമാറുന്ന മനുഷ്യൻ, ഉറപ്പിച്ചോ അയാൾ സ്വർഗത്തിലേക്കുള്ള ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിന്റെ മഹത്താകുന്ന ആ സ്വർഗീയ ലോകത്ത് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.